ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു നൂലുകെട്ടിന് പോയാലോ? നമ്മൾ പോയപ്പോഴത്തേക്കും ശകലം താമസിച്ചു പോയി കേട്ടോ. നൂലുകെട്ടൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും സുഖം ഉറക്കാനായിട്ട്. ഇതിൽ ഒരാളായിരുന്നു നൂലുകെട്ട്, ഒരാളുടെ നേരത്തെ കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ വന്നത് ഉടനെ തന്നെ പിന്നെ ഇതാണ് കേട്ടോ കുട്ടിയുടെ അമ്മ. ഇതാണ് നമ്മുടെ കൂടെ ഇന്ന് സെൽഫിയൊക്കെ എടുത്തു. നമ്മൾ നേരെ തന്നെ എന്നിട്ട് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ പാചകമാണല്ലോ. പാചകം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ് അടി അത് തന്നെ. അവർ നൂലുകെട്ടൊക്കെ കഴിഞ്ഞിട്ട് പോയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ സമാധാനമായിട്ടിരുന്ന് കഴിക്കാമെന്ന് കരുതി. അവരെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞു കേട്ടോ. എന്നിട്ട് എൻ്റെ ഇല ഞാൻ തന്നെ വിളമ്പി അങ്ങ് കഴിച്ചു കേട്ടോ. അതിൽ കൂട്ടുകറിയൊക്കെ നിറച്ച് വെച്ച് എൻ്റെ ഇഷ്ടത്തിനങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചേച്ചി മാമയും എല്ലാവരുമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു സന്തോഷം. ഇതുപോലുള്ള അവസരങ്ങളിലല്ലേ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, അല്ലാതെ കൊണ്ട് ഒരുമിച്ച് കൂടാറൊന്നുമില്ല. ഇതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നത്. എൻ്റെ ഇലയിലെ കൂട്ടുകറി ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നേരെ യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചിറങ്ങി കേട്ടോ. ഇറങ്ങിയതിന് ശേഷം നേരെ തന്നെ വീട്ടിലേക്ക് വന്നു പിന്നെ കുറേ ഒരു ഉറക്കം ഉറങ്ങി എണീറ്റ് പിന്നെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ 2 പൈതങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അവരറിഞ്ഞിട്ടില്ല നമ്മൾ നൂലേട്ടിന് പോയതാ, ഒന്നും അറിഞ്ഞിട്ടില്ല. ഇതാണ് കേട്ടോ, ഇത് ശബരിക്കുട്ടനും ശിവാനിക്കുട്ടിയായിട്ട് രണ്ടുപേരായിട്ട് വന്നു. പിന്നെ അടി ബഹളം അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓരോ നേരം കഴിഞ്ഞ് പോണേന് ഒയ്യോ ഒരിതും കാണില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ശിവാനിക്കുട്ടിയുടെ ഡ്രോയിങ് ആണ് കേട്ടോ. പിന്നെ ശിവാനിക്കുട്ടി എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്നു, വ്യൂ ഹരിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നല്ല രസമുണ്ടായിരുന്നു. അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തൊക്കെയോ വരഞ്ഞ് നുറുക്കി വെച്ച് എനിക്ക് കൊണ്ട് തന്നായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത്രയേ ഉള്ളൂ. നാളത്തേക്ക് കാണാം. ടാറ്റാ.